ഹലോ ഗായ്സ്, ഒരു മിനി ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് കോയമ്പത്തൂർ കണ്ടാലോ? ഇപ്പം ഞാനുള്ളത് എൻ്റെ അമ്മയുടെ വീട്ടിലാണ്. ഞാൻ രാവിലെ തന്നെ എണീറ്റ് ഫ്രഷ് ആയിട്ടുണ്ട്. അവിടെയുള്ള മിറേഴ്സ് മാത്രം കണ്ടിട്ടാണ് എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ തന്നെ തോന്നിയത്. അതുകൊണ്ട് എൻ്റെ വീടിൻ്റെ ഉടനീളം കുറേ മിറേഴ്സ് കാണാൻ സാധിക്കും. രാവിലെ എണീറ്റ് ഫ്രഷ് ആയ ശേഷം പിന്നെ അവിടെ വെയിങ് മെഷീൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അങ്ങനെ രാവിലെ തന്നെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത ശേഷമാണ് പിന്നെ ചായ കൂടിയല്ല. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ഹെയറിൽ ഓയിൽ മസാജ് ചെയ്തു. അതിനുശേഷം ഹെയർ ഒന്ന് നല്ലോണം ഡീറ്റാൻ ചെയ്തു. ആറ്റുകാലായതുകൊണ്ട് മുടി അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുടി കെട്ടിവെച്ച് കുളിയെല്ലാം കഴിഞ്ഞ് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത് മൊത്തം എങ്ങനെ കഴിച്ചു തീർക്കുന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. അങ്ങനെ ടൈം എടുത്തിട്ടാണെങ്കിലും ഫുള്ളും കഴിച്ചിട്ടാണ് എണീറ്റത്. ഈ അടുത്തായിട്ട് വീഡിയോസിൽ ചെടികളുടെ വീഡിയോ കണ്ട് അങ്ങനെ ഞാനൊരു ചെടി പ്രേമിയായിട്ട് എവിടേക്കോ മാറിയിട്ടുണ്ട്. എവിടെ ചെടികൾ കണ്ടാലും അത് എൻ്റെ വീട്ടിലും വേണം എന്നൊരു തോന്നലായി ഇപ്പോൾ. ഈ ചെടികളൊക്കെ എന്തൊരു പോസിറ്റിവിറ്റി ആണെന്നറിയോ? തമിഴ്നാട്ടിൽ കോമൺ ആയിട്ട് കാണാൻ പറ്റിയ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വീടിന് മുറ്റത്ത് ചാണകം ഇതുപോലെ മെഴുതിട്ട് അതിൻ്റെ മേലെ കോലം ഇട്ടിട്ടുണ്ടാവും. രണ്ടാമതായിട്ട് ഏകദേശം എല്ലാ വീട്ടിൻ്റെ മുറ്റത്തും ഇതുപോലെ തൊട്ടി ഉണ്ടാവും, വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. അവിടെ നിന്ന് അങ്ങനെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഒരു ഉച്ചയാകുമ്പോൾ ഞങ്ങളങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് നേരെ പോണത് എൻ്റെ കോയമ്പത്തൂരുള്ള വല്യച്ഛൻ്റെ വീട്ടിലേക്കാണ്. അങ്ങനെ ക്യാബ് ബുക്ക് ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത ശേഷം ക്യാബ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 30 മിനിറ്റ്സ് ഉണ്ടാവും ട്രാവൽ ചെയ്യാൻ പണ്ടേ ഇഷ്ടമുള്ളതുകൊണ്ടും ക്യാബിൽ അടിപൊളി സോങ്സ് വെച്ചിരുന്നതുകൊണ്ടും ട്രാവൽ അടിപൊളിയല്ലേ. ഇതിൻ്റെ ഇടയിൽ കൂടെ എവിടേക്കോ ചെറുതായിട്ടൊന്ന് ഉറങ്ങി പോയിട്ടുണ്ട്. ചെറിയൊരു യാത്രയാണെങ്കിലും ഒരുപാട് കാഴ്ചകളെല്ലാം കാണാൻ പറ്റി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സ്നാക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ക്യാബിലിരുന്ന് പാട്ട് കേട്ടുമെങ്കിലും പിന്നെ ബോറടി തുടങ്ങി. പിന്നെ നേരെ ബേക്കറിയിൽ കയറിയതിൻ്റെ മെയിൻ ഉദ്ദേശം വീഡിയോ എടുക്കാനായിരുന്നു. അങ്ങനെ അവിടുന്ന് സ്നാക്സ് എല്ലാം വാങ്ങിയിട്ട് വല്യച്ഛൻ്റെ വീട് എത്തിയിട്ടുണ്ട്. അവിടെ പോയിട്ടും ഞാൻ ഈ മിറർ വീഡിയോനെ വിട്ടിട്ടില്ല. ബാൽക്കണി വ്യൂ പണ്ടേ എൻ്റെ വീക്ക്നെസ് ആണ്. ആദ്യം അവിടെ പോയതും ബാൽക്കണിയിൽ പോയി വ്യൂ ഒക്കെ നോക്കി വീഡിയോ എടുത്തു. അവിടെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അവിടെ നിന്ന് എനിക്കൊരു കുഞ്ഞു റോബോട്ടിനെ കിട്ടി. നമുക്കത് ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തിട്ട് പാട്ട് കേൾക്കാൻ പറ്റും. കഴിഞ്ഞിട്ട് എൻ്റെ ചാനൽ അവിടെ TV-യിൽ പ്ലേ ചെയ്തിട്ട് കുറച്ച് വീഡിയോസ് കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലഞ്ചിനുള്ള ടൈം ആയപ്പോൾ മിനി സദ്യ കഴിച്ചിട്ടുണ്ട്. മണ്ഡല മാസം ആയതുകൊണ്ട് വെജിറ്റേറിയൻ ആണ് കഴിച്ചത്. ഫുഡ് കഴിച്ചതിൻ്റെ കഴുകാൻ പോകുമ്പോൾ കണ്ട കാഴ്ച അവിടെ കുറേ മയിലുകളെല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് എപ്പോഴും ഈ സ്ഥലം കാണുമ്പോൾ ഇത് തമിഴ്നാടാണെന്നേ തോന്നില്ല. 1-2 അല്ല, അവിടെ ഒരു 4-5 മയിലുകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് ചേച്ചിയുടെ കല്യാണ ആൽബവും മറ്റും നോക്കിയിട്ടുണ്ടായിരുന്നു. ആൽബങ്ങളിലെല്ലാം മെയിനായിട്ട് നോക്കിയത് എന്നെ തന്നെയായിരുന്നു, 4-5 വർഷം മുന്നേയുള്ള എന്നെ. അത് കഴിഞ്ഞിട്ട് വിചാരിച്ചു കുറച്ച് ടെറസിലൊക്കെ കയറിയിരുന്നിട്ട് വീഡിയോ എടുക്കാമെന്നുള്ളത്. ടെറസിൽ നിന്നുള്ള വ്യൂ കാണാൻ കുറച്ചുകൂടെ ഭംഗിയുള്ളതായിരുന്നു. കുറേ കെട്ടിടങ്ങളും വീടും ബിൽഡിങ്സും എല്ലായിരുന്നു. അങ്ങനെ അവിടെ ചുറ്റിലും നോക്കിയപ്പോൾ എൻ്റെ കണ്ണിൽ കണ്ട കാഴ്ചയാണ് ടെറസ് ഫാമിംഗ്. കുഞ്ഞു ടെറസിൽ എന്തോരം ചെടികളാണ്. പിന്നെ അവിടെ നിന്ന് ഞാൻ അനിയത്തി എന്നെയും കൂടി മാറി മാറി വീഡിയോ എടുക്കലായിരുന്നു. ഇന്ന് കുറച്ച് ഫോട്ടോസും റീൽസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോസ് എടുക്കലെല്ലാം കഴിഞ്ഞ് ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് നേരെ ക്യാബ് ബുക്ക് ചെയ്തിട്ട് സ്റ്റോപ്പിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ബസ് വരാനായിട്ട് അല്പസമയം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബസ് വന്നു, ബസ്സിലേക്ക് കയറി. അതിലാണെങ്കിൽ സൺഡേ ആയതുകൊണ്ട് ഫുൾ റഷായിരുന്നു. ബസ് കയറിയിട്ട് അങ്ങനെ പോണത് ഗാന്ധിപുരത്തിലേക്കാണ്. അവിടെ ആകുമ്പോൾ ഡയറക്റ്റ് പാലക്കാട്ടേക്കുള്ള ബസ് കിട്ടും. ഈവനിങ് ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്മസിന് 10 ദിവസം മുൻപ് തന്നെ അവിടെ ക്രിസ്മസിൻ്റെ കരോള് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കരോളിൽ ഒരുപാട് സിസ്റ്റേഴ്സും കുട്ടികളും എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. DJയും ലൈറ്റ് ആൻഡ് സൗണ്ട്സും വെച്ചിട്ട് ക്രിസ്മസിന് മുന്നേ തന്നെ ക്രിസ്മസ് സെലിബ്രേഷൻ അടിപൊളിയാക്കുന്നുണ്ട് അവിടെ. ക്രിസ്മസിന് മുന്നിലുള്ള 2 ചർച്ചിലെ സെലിബ്രേഷൻസ് കണ്ടു കഴിയുമ്പോഴേക്കും അങ്ങനെ ഗാന്ധിപുരം എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് എറണാകുളത്തേക്കുള്ള ഒരു KSRTC കയറിയിട്ടുണ്ട്. KSRTCയിലായതുകൊണ്ട് ഇനി പാലക്കാട് എത്തുന്ന വരെ ഒരു ടെൻഷനും ഇല്ല. സൺഡേ ആയതുകൊണ്ടും ഈവനിങ് ആയതുകൊണ്ടും പറയാതിരിക്കാൻ വയ്യ, കോയമ്പത്തൂർ ഒരുപാട് റഷാണ്. എല്ലാവരും ഷോപ്പിങ്ങിനും കാര്യങ്ങളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പതിവ് പോലെ ഞാൻ എൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം ട്രാവൽ ചെയ്ത് വീഡിയോസ് എല്ലാം എടുത്ത ശേഷം ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ എണീറ്റത് കഞ്ചിക്കോട് എത്തിയപ്പോഴായിരുന്നു. അങ്ങനെ പറഞ്ഞ് പാലക്കാട് എത്തി. ഇറങ്ങാനുള്ള സ്ഥലം എടുത്തു. കഥ പറഞ്ഞ് വീഡിയോ ഒരു ലോങ് വീഡിയോ ആയിട്ടുണ്ട്. ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്തും വോയിസ് ഓവർ ചെയ്ത് കഴിയുമ്പോഴേക്കും വീഡിയോ അത്യാവശ്യം ഒരു 5 മിനിറ്റിനടുത്തായിട്ടുണ്ട്. അങ്ങനെ ഒരു 9:30 ആകുമ്പോൾ KSRTC സ്റ്റാൻഡ് എത്തി. അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്ന് ചപ്പാത്തി എല്ലാം കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, എൻ്റെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് കോയമ്പത്തൂർ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇനി ഇതുപോലെ വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നത് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞോളൂ. പറ്റുന്ന പോലെയൊക്കെ ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.